ചിക്കൻ ആദ്യം തന്നെ മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഈ കറിയിൽ എരിവിന് വേണ്ടിയിട്ട് വറ്റൽമുളക് മാത്രമാണ് ഞാൻ ചേർക്കുന്നത്. അത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് 5 ഉണക്കമുളക്, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും വളരെ കുറച്ച് മതി ഈ കറിയിലോട്ട്. അപ്പോൾ 2 അല്ലി വെളുത്തുള്ളി ചെറുത്, 2 ചെറിയ കഷ്ണം ഇഞ്ചി. ഒരു മിക്സിയുടെ ജാറിലോട്ട് വറ്റൽമുളക് അതിട്ട് കൊടുക്കുക. പിന്നെ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ അതും ചേർക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് അതും കൂടി ചേർക്കുക. ഉപ്പ് ആവശ്യത്തിന് 1/2 ടീസ്പൂൺ ഉപ്പ് ഇപ്പോൾ ഇട്ട് കൊടുക്കുക. പിന്നെ കറിയിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതിയായിരിക്കും. 3/4 കിലോ ചിക്കന് 1/2 കപ്പ് അധികം പുളിയില്ലാത്ത തൈരാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ തൈരും കൂടി ഈ മിക്സിയുടെ ജാറിലോട്ട് ചേർത്തിട്ട് ആണ് അത് നന്നായിട്ട് പേസ്റ്റ് പോലെ ഞാനിവിടെ അരച്ചെടുക്കുന്നത്. കുറച്ച് തൈര് ചേർത്താൽ മതി, അല്ലെങ്കിൽ ചിലപ്പോൾ അത് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇത് പേസ്റ്റ് പോലെ അരച്ചിട്ട് അത് മാറ്റി വയ്ക്കാം. ചിക്കനിലോട്ട് നമ്മുടെ തൈര് 1/2 കപ്പ് തൈരും പിന്നെ വറ്റൽമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയൊക്കെ അരച്ചത് ആ അരപ്പ് ചേർത്തിട്ട് 1 മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ ഫ്രിഡ്ജിൽ അത് മൂടി വയ്ക്കാം. ഇനി കശുവണ്ടിയുടെ ആ 1/4 കപ്പ് കശുവണ്ടി ഞാൻ 1 മണിക്കൂർ ആണ് ഞാനിവിടെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചേക്കുന്നത്. മാക്സിമം 2 മണിക്കൂർ വരെ ഇത് കുതിർത്ത് വയ്ക്കാം. എന്നിട്ട് ഇതും ആ മിക്സിയുടെ ജാറിൽ കുതിർത്ത് വെച്ചേക്കണ കശുവണ്ടി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇത് പേസ്റ്റ് പോലെ അരച്ചിട്ട് ഈ കശുവണ്ടിയും മാറ്റി വയ്ക്കാം. 1 മണിക്കൂറിന് ശേഷം നമുക്കിത് കറി വയ്ക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. ഒരു പാൻ ചൂടാക്കുക, നമ്മൾ കറി ഉണ്ടാക്കണ പാത്രം ചൂടാക്കുക. ചൂടാകുമ്പോൾ ഇതിൽ ഒന്നുകിൽ വെജിറ്റബിൾ ഓയിൽ, സൺഫ്ലവർ ഓയിൽ, ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് ബട്ടറാണ്. ബട്ടർ ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവറായിരിക്കും കറിക്ക്. അപ്പോൾ ഞാനിവിടെ ബട്ടറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ബട്ടർ ചേർക്കാം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ബട്ടർ കരിഞ്ഞു പോകാൻ വേണ്ടിയിട്ടുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ ബട്ടർ ഒന്ന് ഉരുക്കുമ്പോൾ നമ്മുടെ സവാള ഒരു മീഡിയം സൈസ് സവാള ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് എടുത്തേക്കുന്നത്. നീളത്തിൽ അരിഞ്ഞിട്ടല്ല, ചെറുതായിട്ട് അരിഞ്ഞിട്ട് അത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇത് വഴച്ചെടുക്കാം. മൊരിച്ചല്ല, ഒരു ട്രാൻസ്പാരൻറ്റ് ആവണ വരെ സവാള നന്നായിട്ട് വഴന്ന് നല്ല ട്രാൻസ്പാരൻ്റ് ആയിട്ട് വരുമ്പോൾ ഇതിലോട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കണ ചിക്കൻ ആ ചാറോട് കൂടിയിട്ട്, ഇപ്പോൾ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവും കുറച്ച്, അപ്പോൾ അതും കൂടി ചേർക്കാം. പിന്നെ നമ്മൾ കാഷ്യൂനട്ട് പേസ്റ്റ്, നമ്മൾ കശുവണ്ടി നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ച് വെച്ചേക്കുന്നത് അതും കൂടി ചേർക്കാം. പിന്നെ ഒരു 1/4 കപ്പ് വെള്ളം മിക്സിയുടെ ജാറിലും പിന്നെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കണ പാത്രത്തിലും കൂടി ഒഴിച്ചിട്ട് അതൊക്കെ ഒന്ന് കഴുകിയിട്ട് ആ വെള്ളം കൂടി 1/4 കപ്പ് അല്ലെങ്കിൽ 1/2 കപ്പ് വെള്ളം കൂടി ഈ പാത്രത്തിലോട്ട് ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് ഇളക്കുക, നന്നായിട്ട് ഇത് മിക്സ് ചെയ്യുക. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ ഹൈ ഹീറ്റിലിട്ടിട്ട് ഒന്ന് ഇത് തിളപ്പിക്കുക. ഒരു 3 മിനിറ്റ് 2-3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് തിളപ്പിക്കുക. തിള വരുന്ന 2-3 മിനിറ്റ് വരെ. എന്നിട്ട് ചെറുതീയിൽ വയ്ക്കുക, ലോ ഫ്ലെയിമിലോട്ട് ഇത് മാറ്റുക. ഈ കറി ലോ ഫ്ലെയിമിൽ മാറ്റിയിട്ട് അത് മൂടി വെച്ച് ഒരു 15 മിനിറ്റ് തൊട്ട് 20 മിനിറ്റ് വരെ ഇത് വേവിക്കാം. ഇത് ചെറുതീയിൽ കുറച്ച് സമയം എടുത്തിട്ട് തന്നെ വേവിക്കണം. ഞാനിപ്പോൾ എല്ലുള്ള കഷ്ണങ്ങളാണ് ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ ഇത് വേവാൻ വേണ്ടിയിട്ട് എനിക്ക് 20 മിനിറ്റ് വരെ വേണ്ടി വന്നു. ഇനി എല്ല് ഇല്ലാത്ത കഷ്ണങ്ങളാണ്, ഇപ്പോൾ ചിക്കൻ ബ്രസ്റ്റ്, ചിക്കൻ തൈസൊക്കെയാണ് ഉപയോഗിച്ചേക്കണത് എങ്കിൽ 10 മിനിറ്റിലൊക്കെ 10-15 മിനിറ്റിൽ നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ നമ്മൾ കറി വെക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചേക്കണ കഷ്ണങ്ങൾ അതും ശ്രദ്ധിക്കണം. ഇപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് 5 മിനിറ്റ് കൂടിയപ്പോൾ ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറുതീയിൽ നമ്മൾ വെക്കണ കാരണം അടിയിൽ പിടിക്കില്ല ഇത്. ഇനി ഇത് 20 മിനിറ്റിന് ശേഷം, അതായത് നമ്മുടെ എണ്ണ ശരിക്കും മേലെ തെളിഞ്ഞു വരും, വെന്ത് വരുമ്പോൾ ചിക്കൻ നന്നായിട്ട് വെന്ത് ഒക്കെ ഇതിലത്തെ അരപ്പും ഒക്കെ വെന്ത് വരുമ്പോൾ എണ്ണ നന്നായിട്ട് ഇപ്പോൾ തെളിഞ്ഞ് കാണുന്നുണ്ട് മേലെ. അപ്പോൾ ഗരം മസാല 1/2 ടീസ്പൂൺ, 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 ടീസ്പൂണാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തേക്കുന്നത്. എന്നിട്ട് ഗരം മസാല നന്നായിട്ട് മിക്സ് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പും കൂടി ചേർക്കാം. എന്നിട്ട് തുറന്ന് വെച്ചിട്ട് ഇത് ഒരു 10 മിനിറ്റ് കൂടി നന്നായിട്ടിത് വേവിച്ചെടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ടിത് ഇളക്കി കൊടുത്തിട്ട് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് ശ്രദ്ധിക്കണം.
നന്നായിട്ട് ഇത് ഇളക്കി കൊടുത്ത് ഒരു 10 മിനിറ്റ് വരെ മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് ഇത് വേവിച്ചെടുക്കാം. അപ്പോൾ മൊത്തം ഞാനിതൊരു അരമണിക്കൂർ അടുത്ത് ഞാൻ ഈ ചിക്കൻ ചെറുതീയിൽ വേവിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് മേലെയൊക്കെ എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് എല്ലുള്ള കഷ്ണങ്ങളായതുകൊണ്ടാണ് ഇത്രയ്ക്കും സമയം എടുക്കുന്നത്. എല്ലില്ലാത്ത കഷ്ണങ്ങളാണെങ്കിൽ അത് പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അത് അധികം സമയം നമ്മൾ വേവിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഭയങ്കര ഹാർഡായിട്ട് പോവാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ കുക്കിംഗ് ടൈം വളരെയധികം ശ്രദ്ധിക്കണം. പിന്നെ ഉപ്പൊക്കെ നോക്കാം. ഇനി അവസാനം മല്ലിയില കുറച്ച് അത് നന്നായിട്ട് മല്ലിയില അരിഞ്ഞിട്ട് അതും കൂടി ചേർത്ത് നന്നായിട്ട് ഇത് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് ഇത് തീ ഓഫ് ചെയ്യാം.